എല്ലാ വർഷവും കമ്പാക്ക് ആണ്. അല്ല പടം തിരക്കുണ്ട്, ഞാൻ പോട്ടെ എന്നാണ്. അല്ല ഭയങ്കര ക്ലീൻ ആയിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്, എൻഗേജിങ് ആയിരുന്നു. എന്താ പറയുക, പെർഫോമൻസസ് എല്ലാം എല്ലാ ആർട്ടിസ്റ്റുകൾക്കും കുറെ പുതിയ ആർട്ടിസ്റ്റുകളുണ്ടല്ലേ. പുതിയ ആൾക്കാരൊക്കെ കൊള്ളായിരുന്നു, പഴയ ആൾക്കാരൊക്കെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ ആർട്ടിസ്റ്റുകളുടെ അടുത്തുനിന്ന് പെർഫോമൻസസ് എക്സ്ട്രാക്ട് ചെയ്തത് എനിക്ക് ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ട് തോന്നി. മ്യൂസിക്, സ്കോറ് എല്ലാം. അല്ല ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയുകയാണ്. ക്ലൈമാക്സ് കുറച്ച് അധികം ഇമ്പ്രസീവ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രഡിക്ഷൻ വെച്ച് മൂവ് ചെയ്തു, ഇത്ര ആയിരിക്കുള്ളൂ എന്ന് വിചാരിച്ചു. അതിൻ്റെ മുകളിലുള്ള പരിപാടി ഡെലിവറി ചെയ്തു. പിന്നെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്, അതും ഭയങ്കര പ്രതീക്ഷിക്കാം. ഞാൻ കെവിൻ്റെ കൂടെ ആയിരുന്നു, സോഫി ചേച്ചിയുടെ മോനോടെ പോയി. പറഞ്ഞ മനസ്സിലായി. അല്ല അതായത് ഫസ്റ്റ് ഹാഫിൽ കുറച്ചുകൂടെ ഇതിൻ്റെ ഒരു ഹ്യൂമർ പരിപാടികളാണല്ലോ വരുന്നത്. പക്ഷെ ഈ ഹ്യൂമർ സാധനം എടുത്തിട്ട് ബോംബെയിൽ കൊണ്ടുപോയിട്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഹ്യൂമർ അല്ലാത്ത ഏരിയയിലുള്ള നിന്റെ പെർഫോമൻസുകളാണ് എനിക്ക് കുറച്ചുകൂടി രസമായിട്ട്. ഹ്യൂമർ നമ്മൾ ഭയങ്കര എക്സ്പെക്ട് ചെയ്യുന്ന സാധനങ്ങളാണല്ലോ. ആ സെക്കൻഡ് ഹാഫിലുള്ള സ്വിച്ചുകളും അതിന്റെ കൈകാര്യവും കുറച്ചുകൂടെ ഇംപ്രസീവ് ആയിരുന്നു.